ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും റിങ്കും ഞങ്ങളൊന്നിച്ച് നഴ്സിംഗ് ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ ജോബിൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് റിങ്കുവിനെ കല്യാണം കഴിച്ചത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് കൂടി ഗായ്സ്. റിങ്കു തൊട്ടുണ്ടാക്കാൻ പോണേ നമ്മള്. ഗൈസ്, നീ ഗ്രീൻ ആപ്പിൾ ഇട്ട് കാണിച്ചോളേ. ഗൈസ്, ഇതാണ് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ഗ്രീൻ ആപ്പിൾ വെച്ച്. അപ്പൊ ഗൈസ്, ഗ്രീൻ ആപ്പിൾ ഇവിടെ റെഡിയായി. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. റിങ്കു ആണ് ഇന്നത്തെ ചമ്മന്തി മേക്കർ. അയ്യോ, ഓക്കെ. ചൂടായി ഗൈസ്. ആദ്യം വറുത്തിട്ട് മാറ്റല്ലേ. വീട്ടിൽ വന്ന ആളെ പണിയിപ്പിക്കുന്നു ഗൈസ്. റിങ്കു ഒരു സൈഡിൽ ചെമ്മീൻ ചമ്മന്തിയുടെ പരിപാടികൾ നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബിൻ ചേട്ടൻ അതിൻ്റെ പരിപാടികളിലായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ നല്ലോണം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സവോള അതിലോട്ടിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്തു. റിങ്കു പ്രോയാണ്, ചമ്മന്തി പ്രോയാണോ? ജോബിൻ ചേട്ടൻ എന്നിട്ട് ചെയ്യണേ? ചേട്ടൻ ഓ, എവിടെയാ സാലഡ്? എവിടെയാ? ഓക്കെ 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 ഓക്കെ. ഡ്രൈ അല്ല, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ മറ്റേ ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഇച്ചിരി ഡ്രൈ ആയിട്ടല്ല കിട്ടുന്നത് ഗൈസ്. ശരിക്കും ചമ്മന്തിപ്പൊടി. ഞങ്ങൾ മറ്റേ ഒരു കരിയാപ്പിലയും കൂടി നീട്ടി. പന്നി നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് എടുത്തു. ചിരി കണ്ടോ? പന്നി വന്നപ്പോഴുള്ള ചിരി. ഉറക്കത്തിന് എണീറ്റ് വന്ന ഒരാൾ ഒരു പണിയെടുക്കാൻ തിന്നാൻ വേണ്ടി മാത്രം. അതാര് പറഞ്ഞാടി? ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇത്രയും അധികം വിഭവങ്ങൾ ഗ്രേസും ജോബിൻ ചേട്ടനും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഗൈസ്. കണ്ടില്ലല്ലോ. എങ്ങനെയാ? സാധാ ചമ്മന്തിപ്പൊടി പോലെ കൂടിപ്പോയി. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ചോറിൽ മിക്സ് ചെയ്ത്. അച്ചാർ എങ്ങനെയുണ്ട് പിഞ്ചേട്ടാ? സുക്കിനി അച്ചാർ. സുക്കിനി അച്ചാർ ഗൈസ്. നോക്കൂ ഗൈസ്, മടങ്ങി ചീട്ട് നോക്കൂ ഗൈസ്. കഴുതിയാവാൻ ആ ജോബി ചേട്ടൻ ഏത് ക്യൂവിനെ വേണ്ടേ? സെറ്റ് കളിക്കാൻ. അതിലിഷ്ടമുള്ള ഒരു ക്യൂവിനെ എടുത്തോ. 13. എത്ര മുത്തൂത്തി?
ഗ്രേസ് നമ്പർ 2 കഴുതിയ കേട്ടോ. നാലായിട്ടാ എന്നെ വെട്ടിച്ചൂട്ടാ. എന്നെ വെട്ടി കൊടുക്കടി. അത് ഞാൻ എടുക്കും. എന്റെ വണ്ടിയുടെ വെച്ചാൽ ഇന്ന് വേണം, നാളെ ശരി, 3 4 സാറിന്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചുള്ള നെയ്യ് വിദേശി നടക്കാനും പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഓരോ റൗണ്ട് കഴുതകളായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ ഇവിടെ കുറച്ചൊരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ പോയി ഗൈസ്. ചമ്മന്തി ഓൺ ദ വേ. സുഡ സുഡ ആവി പറക്കണ തൊട്ട്. എവിടെ പോവാ ജോബിൻ ചേട്ടാ? ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അപ്പൊ മാർക്കറ്റിലേക്ക് എന്താ പേര്? സാറ്റർഡേ മാത്രമേ ഉള്ളൂ ഇവിടെ. കാലത്ത് 7:30 കൊറേ ആൾക്കാരുണ്ടല്ലേ. ഹലോ. ഫാമേഴ്സ് മാർക്കറ്റ് സാറ്റർഡേ മാത്രമേ ഉള്ളൂ അല്ലേ ഗൈസ്? അപ്പം ഇതാണ് ടൊറങ്ക പ്രൈമറി സ്കൂളിലാണ് ഇതിൻ്റെ ഈ സംഭവം നടക്കണേ കേട്ടോ. എന്തൊക്കെയുള്ള ഫുഡ് മാത്രമാണോ? ഫുഡും അങ്ങനത്തെ സാധനം. എനിക്കിത് കണ്ടിട്ട് നിനക്ക് എന്നിട്ട് തോന്നണ, എനിക്ക് എന്നിട്ട് തോന്നണ കാഞ്ഞൂർ പള്ളിയിൽ പെരുന്നാളെ പോയില്ലേ. 2 വാട്ടർമെലൺ നോക്കൂ ഗൈസ്, $15. അതൊക്കെ കുറച്ച് കൂടുതലാ. എന്റെ കട ഗ്രേസീസ് കാണു ഗൈസ്. ഇങ്ങനെ കറങ്ങണം. സാറ്റർഡേ മാർക്കറ്റ് ശരിക്കും ഒരു സംഭവമാണ്. നമ്മൾ ടൊറങ്ക പ്രൈമറി സ്കൂളിൽ ഒരു രാവിലെ 7 തൊട്ട് 12 വരെയൊക്കെയായിരുന്നു അവർ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം നല്ല ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് എക്സ്പെൻസീവാണ്, മേ ബി ഫ്രഷൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഹോം മെയ്ഡ് ബ്രെഡുകളുണ്ടായിരുന്നു, പല വെറൈറ്റി ഓഫ് ബ്രെഡും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ലൈവ് ഫുഡുകളുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാം സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങളേതാണെങ്കിലും പോയി കുറച്ച് നേരം അവിടെ അടിച്ചു പൊളിച്ച് കണ്ടിട്ടൊക്കെ പോന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ശനിയാഴ്ചകളിൽ പോവാ. ഇതെന്ത് ചെടിയാണോ? ബേസിലാണ് കാണിച്ചു കൊടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ? എങ്ങനെയുണ്ട്? ഏതാ? തിരിച്ചു പിടിച്ചേടി എന്റെ ഫ്രണ്ട് കാണട്ടെ, ഫ്രണ്ട് കാണട്ടെ. പേര് യമ്മി. ഇഷ്ടപ്പെട്ടാ? ആസ്വദിച്ചെന്ന് കഴിക്കാം. നമ്മുടെ സോസ് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഉപ്പിന്റെ ഇത് ഉണ്ട്. ഇതെന്നിട്ടായിരുന്നു? ഇത് ബീഫ് സ്പ്രിംഗ് റോൾ. സ്പ്രിംഗ് റോൾ, ബീഫ് സ്പ്രിംഗ് റോൾ. പിന്നെ ആ മിൻസ് ആയിരിക്കും, മിൻസ് പോലത്തെ ആയിരിക്കും. സോസിൽ മുക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഇത് വരും, സോസിൻ്റെ ഒരു ചൊക, പുളിയും അല്ലേ? വെറുതെ കഴിക്കുന്നതല്ലേ നല്ലത്. മുകളിൽ പുഡിങ് പോലെ, താഴെ അതിലായിരിക്കും ലെമണിന്റെ ഫ്ലേവർ അല്ലേ? ലെമണിന്റെ ഫ്ലേവർ അല്ലേ? എക്സ്പ്രഷൻ ബേസിന് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. റിങ്കുവിന് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾക്ക് ഫുഡിൽ ഒരു ടേസ്റ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ റിങ്കുവിനും ജോബിൻ ചേട്ടനും സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും ഫുഡിൽ ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ഏതാണെങ്കിലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.